our Father in heaven, and He is not an ordinary Father, rather He is our Father in heaven. Why Jesus taught His disciples to pray, and I told you that it is Jesus Christ who introduced for the first time to address God Father. And he is the first Jewish rabbi who addressed God Father. Till Jesus' time, no one else in the Old Testament or among the angels or among any other creations, no one has ever addressed God as Father. It is first time Jesus addressing God Father. And then Jesus says, our Father in heaven. Not an ordinary Father, rather we worship a Father, a God who is in heaven. സാധാരണപ്പെട്ട ഒരു ദൈവത്തെയല്ല ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. ഞാനും നിങ്ങളും ആരാധിക്കുന്ന ദൈവം സ്വർഗസ്ഥനായ പിതാവാണ്. That has a deep meaning. സ്വർഗസ്ഥനായ പിതാവ്. It's not a simple meaning that we have to take it for granted. Rather, when we understand and analyze this passage, it is deep in meaning. Amen. Sargasthanaaya Pidavana. Why Jesus said that He is a heavenly Father? Because there was a time even the Jewish conscious people understood God as God of territories, God of regions. ഓരോ പ്രദേശങ്ങൾക്കും ദൈവങ്ങൾ ഉണ്ടായിരുന്നു. അമോന്യർക്കൊരു ദൈവം, ഫിലിസ്തീയർക്കൊരു ദൈവം, അവർക്ക് ഓരോ പ്രദേശങ്ങൾക്ക് ഓരോ ദൈവം, ഓരോ ചുറ്റുപാടുകൾക്ക് ഓരോ ദൈവം, ഓരോ അനുഭവങ്ങൾക്ക് ഓരോ ദൈവം. അതിന്നുമുണ്ടല്ലോ, ഓരോ അനുഭവങ്ങൾക്ക് ഓരോ ദൈവം. സമ്പത്തിനൊരു ദൈവം, വിവാഹം കഴിപ്പിക്കാൻ ഒരു ദൈവം, വിവാഹം മുടക്കാൻ ഒരു ദൈവം, കോപിക്കുന്ന ദൈവം, എന്തെല്ലാം ദൈവങ്ങളാണുള്ളത്. പക്ഷെ ഇന്ന് പകൽ നാം സേവിക്കുന്ന ദൈവം ഏതെങ്കിലും ലൊക്കാലിറ്റിയിൽ കൺഫൈൻഡ് ആയിട്ടുള്ള ദൈവമല്ല. അവൻ സ്വർഗസ്ഥനായ ദൈവമാണ്. എന്ന് പറഞ്ഞ ഭൂമിയിലെ സകല കാര്യങ്ങളെയും അധികാരപ്പെടുത്തുവാനോ അധികാരം ചെലുത്തുവാനും കഴിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. He is our heavenly Father. So when I address God, my Father, I understand He is a Father in heaven. That means there is no limitation at all for Him. He is above every other gods and goddesses. He is above every other power on the earth. He is my Father in heaven. അവൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവായതുകൊണ്ട് അവന് യാതൊരു പരിമിതികളുമില്ലാത്തവനാണ്. എല്ലാ പരിമിതികളെയും അതിജീവിച്ച അനന്തനായ അപരിമിതനായ ദൈവമാണ് നമ്മുടെ ദൈവം. We have never thought in our lives that it was better for us to have one more God, right? Have you ever thought? It was good for us to have a secondary God. രണ്ടാമതൊരു ദൈവം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അല്പം നല്ലതായിരുന്നു ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. പല പ്രാവശ്യം കർത്താവിനോട് പ്രാർത്ഥിച്ചിട്ട് ഒരു ഉത്തരവുമില്ല. എന്നാൽ വേറൊരു ദൈവം ഉണ്ടായിരുന്ന പുള്ളിയേലും വിളിക്കാമായിരുന്നു എന്ന് ആരും ഇതുവരെ ചിന്തിച്ചില്ല. We Christians, we believers have never thought it was better for us to have a second God. വേറൊരു ദൈവം ഉണ്ടായിരുന്നു എങ്കിൽ നമ്മൾ ഇന്നും ചിന്തിച്ചിട്ടില്ല. നമ്മൾ ചിന്തിക്കുന്നു നമുക്കുള്ള ദൈവം ഏത് വിഷയത്തെയും കൈകാര്യം ചെയ്യുവാൻ കഴിവുള്ള ഒരു ദൈവമാണെന്ന് വിശ്വസിക്കുന്ന പകൽ സ്തോത്രം ചെയ്താട്ടെ. എൻ്റെ ദൈവം സ്വർഗസ്ഥനായ ദൈവമാണ്. അതുകൊണ്ട് ജീവിത യാത്രയിൽ ഒരു വിഷയത്തെയും എന്നെ കുലുക്കുവാൻ കഴിയുകയില്ല, എന്നെ ഇളക്കുവാൻ കഴിയുകയില്ല. ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച ദൈവം എൻ്റെ വ്യക്തിപരമായ പിതാവാണെന്ന് അഡ്രസ് ചെയ്യുമ്പോൾ I will be strong in my conviction. I will be strong in my faith. I know that my God is the creator of the universe. I know that my God is the God who controls everything. I know my God is the God who controls every minute things on the earth. He is my Father. He is my God in heaven.
അവൻ എൻ്റെ ദൈവമാണ്. പ്രിയ ദൈവമക്കളെ, ആ ദൈവത്തിന് കഴിയാത്തതൊന്നുമില്ല. അവൻ സ്വർഗസ്ഥനായ ദൈവമാണ്. ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ച വലിയവനായ ദൈവമാണ് എൻ്റെ ദൈവം. ഹി ഈസ് ദ സോവറിൻ ഗാഡ്. അവൻ പരമാധികാരിയായിരിക്കുന്ന ദൈവമാണ്. അവൻ സ്വർഗസ്ഥനായ ദൈവമാണ്. അവന് കഴിയാത്തത് ഒന്നുമില്ലെന്ന് ഞാൻ പ്രാർത്ഥനയിൽ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് പ്രാർത്ഥന ഞാൻ ഏത് സബ്ജക്റ്റ് ദൈവത്തിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്നാലോ, I do not know what are the topics you pray for, I do not know what are the subjects you are worrying about, but you know when you address God of heaven, Father in heaven, every prayer request that you are making before him, he can do it, he can accomplish it, because my Father is in heaven and nothing is impossible with you. Everything is possible with you because my Father is in heaven. I said my Father is in heaven. ഒരിക്കലും പറയുകയില്ല നിങ്ങൾ കൊണ്ടുവന്ന വിഷയം അല്പം പ്രയാസമായി പോയി, എനിക്ക് കൈകാര്യം ചെയ്ത് മൂന്ന് മാസം എനിക്ക് വേണം. ഒരിക്കലും പറയില്ല മേ ബി, ഒരിക്കലും പറയില്ല ഞാൻ നോക്കാം. കാരണം എൻ്റെ പിതാവ് സ്വർഗസ്ഥനായ പിതാവായതുകൊണ്ട് ആ ദൈവത്തിന് സകല ചെയ്യുവാൻ കഴിയും. പരിധികളൊന്നുമില്ലാത്ത ഒരു ദൈവമാണ് ഉയരത്തിൽ വാസിക്കുന്ന എൻ്റെ പിതാവ്. ഈ ഭൂമിയിലെ പൊടിനാഴിയിൽ കൊള്ളിക്കുവാൻ കഴിയുന്നവനാണ് എൻ്റെ പിതാവ്. വെള്ളത്തെ കൂമ്പാരമായി കൂട്ടുവാൻ കഴിയുന്നവനാണ് എൻ്റെ പിതാവ്. ആകാശത്തിൻ്റെ പരിമാണം അളവെടുക്കുന്നവനാണ് എൻ്റെ പിതാവ്. പർവ്വതങ്ങളെ തുലാസിൽ തൂക്കി നോക്കുന്നവനാണ് എൻ്റെ പിതാവ്. ആകാശത്തിലെ നക്ഷത്രങ്ങളെ എണ്ണി തിട്ടപ്പെടുത്തിയവനാണ് എൻ്റെ പിതാവ്. അവയെല്ലാം സംഖ്യാക്രമത്തിൽ പുറപ്പെടുവിക്കുന്നവനാണ് എൻ്റെ പിതാവ്. അവൻ അസാധ്യമായതൊന്നുമില്ല. കാട്ടിലെ മൃഗങ്ങളെ എല്ലാം അറിയുന്നവനാണ് എൻ്റെ പിതാവ്. പറവ പക്ഷികളെ അറിയുന്നവനാണ് എൻ്റെ പിതാവ്. അത് ജലാശയത്തിൽ ജീവിക്കുന്ന ജീവജാലങ്ങളെ നന്നായി അറിയുന്നവനാണ് എൻ്റെ പിതാവ്. അത് 2 കാശിന് 5 കുരികളിനെ വിൽക്കുമ്പോൾ അതിനെ ഒന്നുപോലും മറന്നു കളയാത്ത ഒരു പിതാവാണ് സ്വർഗത്തിൽ ഉള്ളത്. ആ പിതാവാണ് എൻ്റെ പിതാവ്. I am excited to say that the God whom I serve, he is my heavenly Father. അവൻ സ്വർഗസ്ഥനായ പിതാവാണ്. ഇന്ന് പകൽ ഷൗഡിയതാണ്, കർത്താവേ നീ സ്വർഗസ്ഥനായ പിതാവാകയാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവനെ പരിഹരിക്കുവാൻ കഴിയാത്ത ഒരു പ്രശ്നവും ഭൂമിയിലില്ല. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? അവനെ പരിഹരിക്കുവാൻ കഴിയാത്ത ഒരു വിഷയ ഭൂമിയിലില്ല. അവനെ തുറക്കുവാൻ കഴിയാത്ത വിധത്തിൽ ഒരു വാതിൽ ഭൂമിയിലും അടയപ്പെട്ടിട്ടില്ല. അവന് ശാന്തമാക്കുവാൻ കഴിയാത്ത വിധത്തിൽ ഒരു തിരമാലയും കടലിലില്ല. അവന് സൗഖ്യമാക്കുവാൻ കഴിയാത്ത വിധത്തിൽ ഒരു രോഗവും ഭൂമിയിലില്ല. അവന് കൈകാര്യം ചെയ്യുവാൻ കഴിയാത്ത വിധത്തിൽ ഒരു പ്രശ്ന ഭൂമിയിലില്ല. He is my heavenly Father. അവന് പരിധികളില്ല. അവൻ അപരിമിതനായ ദൈവമാണ്. അവൻ സർവശക്തനായ ദൈവമാണ്. He is my Father in heaven. Shout hallelujah. We are in a heavenly family and we have a Father in heaven. And he has only one begotten son. And today, what God the Father did for Jesus, his only begotten son, will do the same for me as a child of God. പിതാവായ ദൈവം തന്റെ പുത്രന് വേണ്ടി ചെയ്തത് ഒന്നും കുറയാതെ എനിക്കും നിങ്ങൾക്കും വേണ്ടിയും ചെയ്യും. വിശ്വസിക്കാൻ കഴിയുമോ നിങ്ങൾക്ക്? God never counts you in a different category. God sees you in the same category that he sees his son. പിതാവായ ദൈവം തന്റെ ഏകജാതന പുത്രനെ കാണുന്നത് പോലെ അതേ സ്റ്റാറ്റസിലാണ് ഇന്ന് പകൽ കെ ജോണിനെ കാണുന്നത്. ഒട്ടും കുറയുന്നില്ല. Some references. You know that before Jesus became incarnate, he was the begotten son of Father, right? The title the biblical writers used to refer to Jesus Christ was the begotten Son of God. Romans 3:16 and 18. Please read.
16. Yeah. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിച്ചു. So the title used there is begotten son. ഏകജാതനായവൻ. Then 18. 3:18. ഏകജാതനായവൻ. There are many titles in the Bible. Even in John's we have 4 titles referring to Jesus as begotten. But then the title changed. ഏകജാതനുള്ള ടൈറ്റിൽ മാറി. ഏകജാതനുള്ള ടൈറ്റിൽ മാറിയിട്ട് പിന്നെ ഫസ്റ്റ് ബോൺ ആയി, ആദ്യജാതനായി. Hebrews 1:6. Hebrews 1:6. There we read about Jesus as the firstborn. ആദ്യജാതനെ. Okay, ആദ്യജാതൻ. There are the references. So he was a begotten son. Then what happened after incarnation, after resurrection? He became the firstborn. When we say I am the firstborn, what does it mean? There are other children came to me like me in the same manner. ദൈവത്തിന് ഏകജാതൻ ഉണ്ടായിരുന്നു. ഏകജാതൻ കഴിഞ്ഞ് പിന്നെ അവൻ ആദ്യജാതനായി. പിന്നീട് ഒരു കാര്യം സംഭവിച്ചു. He became my brother. He became your brother. ആദ്യജാതൻ ടൈറ്റിൽ മാറിയിട്ട് അവൻ എന്റെ മൂത്ത സഹോദരനായി. Romans 8:29. അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന്. അപ്പൊ അനേക സഹോദരന്മാരിൽ he became the first one. Oh my goodness. Did you understand? How many of you understood? നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങള്? ദൈവശാസ്ത്രം ഇത് ജോണോളജി അല്ല പറയുന്നത്. ജോണോളജി അല്ല ഞാൻ പ്രസംഗിക്കുന്നത്, ബിബ്ലിയോളജി അല്ലെങ്കിൽ തിയോളജിയാണ്. എൻ്റെ കയ്യിൽ നിന്നിട്ട് പ്രസംഗിക്കല്ല. നിങ്ങൾ മനസ്സിലാക്കിയോ? ആദ്യജാതൻ ഏകജാതനായി. ഏകജാതൻ ആദ്യജാതനായി. ഏകജാതൻ ആദ്യജാതനായി. ആദ്യജാതൻ അനേകര സഹോദരന്മാരിൽ ഒന്നാമത്തവനായി. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ ദൈവമക്കളെ? അതിന്റെ അർത്ഥം എന്താ? നമ്മളെല്ലാവരും ആ കർത്താവിന്റെ സഹോദരന്മാരാണ്. ഈസ് മൈ എൽഡർ ബ്രദർ. I am the family of God, where Jesus is my elder brother. I am the brother, you are the sister of Jesus Christ. യേശു കർത്താവിൻ്റെ സഹോദരന്മാരായി തീർന്നിരിക്കുകയാണ് ഞാനും നിങ്ങളും. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, God has no partiality at all. How many of you believe? How many of you believe? God has no partiality. എൻ്റെ മുഖം നോക്കിയൊന്നും കർത്താവ് എനിക്ക് വേണ്ടി ചെയ്യല. If you have 2 children as a father, you don't show partiality. Praise God, Jesus. 17. നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെ സ്നേഹിക്കുന്നുവെന്ന് ലോകം അറിയുവാൻ. ലിസൺ. അപ്പൊ എങ്ങനെയാണ് പിതാവായ നമ്മെ സ്നേഹിക്കുന്നത്? പിതാവായ ദൈവം പുത്രനെ എങ്ങനെ സ്നേഹിക്കുന്നുവോ അതുപോലെ തന്നെ സ്നേഹിക്കുന്നു. ഇന്ന് പകൽ എത്ര പേര് സന്തോഷിക്കുന്നു പ്രിയ ദൈവമക്കളെ? പിതാവായ ദൈവത്തോട് യേശുനാഥൻ പറയാണ്, പിതാവേ, അങ്ങ് എന്നെ സ്നേഹിക്കുന്നത് പോലെ അങ്ങ് ഇവരെ സ്നേഹിക്കുന്നു എന്ന് ലോകം അറിയേണ്ടതിന്. God has no partiality. Let me tell you, dear children of God, and exhort your mind and hearts. God loves me as the Father loved Jesus Christ. യേശു കർത്താവിനെ എങ്ങനെ സ്നേഹിച്ചുവോ അതുപോലെ തന്നെയാണ് പിതാവായ ദൈവം എന്നെ സ്നേഹിക്കുന്നത്. ആ കർത്താവിന് നന്ദി പറയുമോ? സ്തോത്രം ചെയ്യാമോ?
ഒട്ടും കുറയാതെ ഏകജാതനായ പുത്രനെ പിതാവായ ദൈവം ഏതളവിൽ സ്നേഹിച്ചുവോ, ഏത് നിലവാരത്തിൽ സ്നേഹിച്ചുവോ, അതുപോലെ തന്നെയാണ് ഇന്ന് പകലോ കെ.എ. ജോണിനെ ദൈവം സ്നേഹിക്കുന്നത്. നിങ്ങളെ ഓരോരുത്തരെയും ദൈവം സ്നേഹിക്കുന്നത്. ആ സ്നേഹത്തിന് ഒട്ടുമേ കുറവില്ല. Why? Because we are the precious children of God. എൻ്റെ അവസ്ഥയല്ല കർത്താവിൻ്റെ അവസ്ഥ. You have to understand this message in a deeper way. I was not naturally the son of God, the child of God. Jesus was naturally, by nature, by birth, by beginning, from eternity, he was the son of God. But I was not the son of God. I was a son of devil. I was a child of devil. I was away from the territory of heaven. I was an enemy to the cross. But God has adopted me through his son Jesus Christ, and he loved me in the same manner God the Father loves his son. ഞാൻ അകന്നവനായിരുന്നു ക്രൂശിന്, ഞാൻ ശത്രുവായിരുന്നു ക്രൂശിന്. പക്ഷെ ഇന്ന് പകൽ എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്, എന്നെ ദത്തെടുത്ത ഒരു ദൈവമുണ്ട്. ആ ദത്തെടുത്ത ദൈവം പുത്രനായ ക്രിസ്തുവിനെ എങ്ങനെ സ്നേഹിക്കുന്നുവോ അതുപോലെ എന്നെ സ്നേഹിക്കുന്ന ഒരു പിതാവുള്ളതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽ ദൈവ സ്നേഹത്തെ നിങ്ങൾ സംശയിക്കരുത്. Never ever doubt the love of God in your life. You are precious in the sight of God. You were redeemed by the precious blood of Jesus Christ. It is not the gold or silver by which you were redeemed. Rather, you were redeemed by the precious blood of Jesus Christ. And I am sure the same God who loved Jesus Christ and the God who loves me in the same manner, he is my Father in heaven. അവനാണ് എൻ്റെ പിതാവ്. ജീസസ്, ഹല്ലേലൂയ. എന്നിട്ട് അങ്ങനെ എന്നെ സ്നേഹിക്കുന്നുണ്ട്. Again I would say there is no partiality for God. ദൈവത്തിന് ഒരിക്കലും മുഖപക്ഷമില്ലെന്ന് ഞാൻ ആവർത്തിച്ച് പറയുന്നു. കർത്താവിന് വേണ്ടി എന്തെല്ലാം പിതാവായ ദൈവം ചെയ്തിട്ടുണ്ടോ അത് മുഴുവനും എനിക്കും വേണ്ടിയും നിങ്ങൾക്ക് വേണ്ടിയും കർത്താവ് ചെയ്യും. എന്തെല്ലാം ചെയ്തിട്ടുണ്ടോ? ഈ ഭൂമിയിലായിരുന്നപ്പോൾ യേശുനാഥന് വേണ്ടി, തൻ്റെ ഏകജാതനായ പുത്രന് വേണ്ടി എന്തെല്ലാം ചെയ്തിട്ടുണ്ടോ അത് മുഴുവനും മുഖപക്ഷമില്ലാത്ത പിതാവ് എനിക്കും വേണ്ടിയും നിങ്ങൾക്ക് വേണ്ടിയും ചെയ്യും. മുഖപക്ഷമില്ലാത്തവനാണ് ഞാൻ ആവർത്തിച്ച് പറയുമ്പോൾ ഇന്ന് പകൽ ഉറച്ച് നിങ്ങൾ വിശ്വസിച്ചോളൂ. യേശുനാഥനെ എങ്ങനെ കരുതിയോ, യേശുനാഥനെ എങ്ങനെ സംരക്ഷിച്ചുവോ, യേശുനാഥനെ എങ്ങനെ ശ്രദ്ധിച്ചുവോ, അങ്ങനെ ശ്രദ്ധിക്കുന്ന ഒരു പിതാവ് നിങ്ങൾക്ക് ഉയരത്തിലുണ്ടെന്ന് ഇന്ന് പകൽ ഉറപ്പ് വേദപുസ്തകത്തിലെ അടിസ്ഥാനത്തിൽ തരുന്നു. നിങ്ങൾ അനാഥരല്ല, നിങ്ങൾ ആരുമില്ലാത്തവരല്ല, നിങ്ങൾ ഏകരല്ല. നിങ്ങളെ ശ്രദ്ധിക്കുന്ന ഒരു പിതാവുണ്ട്, നിങ്ങളെ അന്വേഷിക്കുന്ന ഒരു ദൈവമുണ്ട്, നിങ്ങളെക്കുറിച്ച് വിചാരപ്പെടുന്ന ഒരു ദൈവമുണ്ട്. പിതാവായ ദൈവം എല്ലാ മക്കളെയും ഒരുപോലാണ് കരുതുന്നത്. ഒന്നാമത്, God the Father cared for his son the same manner he cares for me. കർത്താവിനെ എങ്ങനെ പിതാവായ ദൈവം സംരക്ഷിച്ചുവോ, എങ്ങനെ കരുതിയോ, അങ്ങനെ കരുതുന്ന ഒരു ദൈവം എനിക്കും നിങ്ങൾക്കും വേണ്ടിയുണ്ട്. എത്ര പേര് സന്തോഷിക്കുന്ന പ്രിയ ദൈവമക്കളെ? കർത്താവിനെ കരുതിയത് പോലെ കരുതുന്ന ഒരു പിതാവ് എനിക്ക് ഉയരത്തിലുണ്ട്. ഫോർ എക്സാമ്പിൾ, Joseph and Mary were asked to go to Egypt. It was a foreign land. Jesus was born in a poor family, financially speaking. Joseph was a carpenter. He found it difficult to meet both ends. And when they were in a poor financial setting, God told them to go to Egypt, because Herod the king was trying to kill the children below 2 years of age. അങ്ങനെ ഈജിപ്തിലേക്ക് പോകുവാനായിട്ട് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായി, യേശുവിനെ രക്ഷിക്കുവാനായിട്ട്. കാർപ്പൻ്ററായ ജോസഫ് എങ്ങനെയാണ് കരുതുന്നത്? ഈജിപ്തിലായിരിക്കുമ്പോൾ, ഇസ്രായേലിലായിരിക്കുമ്പോൾ ആരാണ് ചിലവിന് കൊടുക്കുന്നത്?
ആരാണ് ചിലവിന് കൊടുക്കുന്നത്? ആരും അറിയാത്ത ഒരു ദേശത്തേക്കാണ് അവർ പോകുന്നത്. പക്ഷെ ദൈവത്തിൻ്റെ അള്ളപ്പാടനുസരിച്ചുകൊണ്ട് അവർ പോകുകയാണ്. പക്ഷെ ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ യാത്രയ്ക്ക് മുമ്പ് ദൈവം അവർക്ക് വേണ്ടി കരുതി. ഈ യാത്രയ്ക്ക് മുമ്പ് ദൈവം അവർക്ക് വേണ്ടി കരുതി. God cared for this little Jesus. നിങ്ങൾ ചോദിക്കുക, how? You know the wise men, the Magi visited the little Jesus and they offered him gold fragrance. അപ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? ആ പണം ഉപയോഗിച്ചാണ് അവർ ഈജിപ്തിൽ കഴിഞ്ഞത്. ഇടയന്മാരെ കർത്താവിനെ വർണ്ണിക്കുവാനായി വിട്ടു. പക്ഷേ ഇടയന്മാരെ മാത്രമല്ല, സമ്പന്നരായ വിദ്വാൻമാരെ വിട്ടു. അവർ യേശുവിൻ്റെ സന്നിധിയിൽ കൊണ്ടുവച്ചത് വിലപിടിപ്പുള്ളത്. സുഗന്ധദ്രവ്യങ്ങൾ, സ്വർണം കണ്ടുവച്ചു. പാവപ്പെട്ടവനായി യോസഫും മറിയയ്ക്കും യേശുനാഥനും കരുതൽ കൊടുത്തത് ഈ പണം ഉപയോഗിച്ചുകൊണ്ടാണ്. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് ദൂത് പറയട്ടെ, നിങ്ങളുടെ പ്രശ്നം വരുന്നതിന് മുമ്പ് നിങ്ങളെ കരുതുന്ന ഒരു ദൈവമുണ്ട്. പ്രശ്നമല്ല വലുത്, പ്രശ്നമല്ല ആദ്യം, ബുദ്ധിമുട്ടല്ല ആദ്യം, അതിനു മുമ്പ് കരുതുന്ന ഒരു ദൈവം എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടെന്ന് വിശ്വസിക്കാൻ കഴിയുമോ? ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ വേദപുസ്തകത്തിലെ സത്യം തുറന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ. The truth of the Bible is that God's provision is made before each situation. നിങ്ങളുടെ ഓരോ സാഹചര്യങ്ങൾക്ക് മുമ്പായി തന്നെ ദൈവത്തിൻ്റെ ഒരു കരുതൽ അവിടെ കാണുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്ന വേദപുസ്തകത്തിന് ഏത് താളുകൾ നിങ്ങൾ മറിച്ചും തിരിച്ചും പഠിച്ചാലും ഇതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പ്രശ്നമല്ല വലുത്, ബുദ്ധിമുട്ടല്ല വലുത്, വെല്ലുവിളിയല്ല വലുത്, അതിനു മുമ്പ് ദൈവത്തിൻ്റെ ഒരു കരുതൽ നിങ്ങൾക്കും എനിക്കും ഉണ്ട് എന്നുള്ളത് ഇന്ന് പകൽ വിശ്വസിക്കുവാനായിട്ട് കഴിയുമോ? പ്രിയ ദൈവമക്കളെ, യേശുവിന് വേണ്ടി എങ്ങനെ കരുതിയോ അതുപോലെ എനിക്ക് വേണ്ടി കരുതുന്ന സ്വർഗസ്ഥനായ ഒരു പിതാവ് ഉയരത്തിലുണ്ടെന്ന് ഇന്ന് പകൽ സഭയോടെ ദൂത കൈമാറുന്നു. അതുകൊണ്ട് വിഷമിക്കേണ്ട തലമുറയെ, വിഷമിക്കേണ്ട യങ്സ്റ്റർ, there is a God who cares for you. നിങ്ങൾ ചിന്തിക്കുമ്പോൾ ചില വഴികൾ അടഞ്ഞു കിടക്കുന്നു. നിങ്ങൾ ചിന്തിക്കുമ്പോൾ ചില വഴികൾ തുറക്കാതെ കിടക്കുന്നു. എത്ര മുട്ടിയിട്ടും ചില വാതിലുകൾ നിങ്ങൾ വിചാരിച്ചിട്ട് തുറക്കുന്നില്ല. പക്ഷേ വചനം മാറിപ്പോകയില്ല. ഈ വചനത്തിന് വെളിപ്പാടില്ല, ഈ വചനത്തിന് വെളിച്ചത്തിൽ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ അത് അനുഭവിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് പകൽ നിങ്ങളോട് ദൂത കൈമാറുന്നു. എത്ര പേര് അത് അനുഭവിച്ചിട്ടുണ്ട് പ്രിയ സഹോദരങ്ങളെ? How many of you experienced that? ഞാൻ പോകുന്നതിന് മുമ്പ് എനിക്ക് വേണ്ടി തുറന്ന വഴികൾ അവിടെ ഉണ്ടായിരുന്നതായിട്ട് ഇന്ന് പകൽ മനസ്സിലാക്കുവാൻ കഴിയും. You may have video tapes in your life, in your family. The record of the past events. Everything that you recorded in the tapes and the video in the pen drive, in the computer. Everything was recorded there, and that was the past history, past event. The marriage that took place 10 years ago, the birthday you celebrated at the age of 3, 1. These are the things that were recorded there, and you go to the past when you see this. എല്ലാം നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ പുറകോട്ട് പോകുകയാണ് ചെയ്യുന്നത്, പുറകോട്ട് പോകുകയാണ്. പക്ഷേ there is a video tape in heaven. പാസ്റ്റ് റെക്കോർഡ്സ് അല്ല, എൻ്റെ ഫ്യൂച്ചർ റെക്കോർഡ്സ്. നാളെ ഞാൻ അനുഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ അവിടെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികൾ എന്തൊക്കെയാണെന്ന് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഉണ്ടോ ഗോഡ് നോസ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ വിശ്വസിച്ചോ, ദൈവത്തിൻ്റെ കരുതലും അവിടെ ഉണ്ടെന്ന് ഇന്ന് പകൽ വിശ്വസിക്കാൻ കഴിയുമോ? You are in the place where God wants you to be. I repeat, you are at present in the place where God wants you to be. Don't worry about anything of material things. God will care for you.
God will care for you. നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്ന ഇടം ദൈവത്തിൻ്റെ ഹിതപ്രകാരമാണെന്നും ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ഒരു സ്ഥലമാണെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ അതിനകത്ത് നിങ്ങൾക്ക് ഒരിക്കലും സഞ്ചലമില്ലല്ലോ, സംശയിക്കുന്നില്ലല്ലോ. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. ഏലിയാവേ, നീ കരുത്ത് തോട്ടിലായിരിക്കണമെന്നുള്ള ദൈവത്തിൻ്റെ ഹിതമായിരുന്നു. നീ അവിടെ വരുന്നതിന് മുമ്പ് കാക്കയുടെ മേൽ GPS ഘടിപ്പിച്ച് നിനക്ക് വേണ്ടി ഭക്ഷണം തരുവാൻ കാക്കയെ കരുതിയിരുന്നു. കാക്കയുടെ മേൽ GPS ഉണ്ടായിരുന്നു. Crow did not know who Elijah was, but he was moving. The crow was moving according to the direction of God the Father in heaven. അങ്ങനെ ഏലിയാവ് കരുത്ത് തോട്ടിലായിരിക്കണമെന്നുള്ള ദൈവത്തിന്റെ നിശ്ചയമായിരുന്നു കൊണ്ട് അവൻ അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ കാക്കയോട് കൽപ്പിച്ച് ആഹാരം കൊടുത്ത ദൈവ വിധവയുടെ വീട്ടില് ഏലിയാവാകണമെന്നുള്ള ദൈവത്തിന്റെ ഹിതമായതുകൊണ്ട് ഏലിയാവിടെ എത്തുന്നതിന് മുമ്പ് അവന് വേണ്ടി കരുതിയ ഒരു ദൈവമുണ്ടെങ്കിൽ അത് പോരാ പ്രിയ സഹോദര, വിശ്വസിക്കുക. കാടപ്പക്ഷികൾ അത് ഇസ്രായേൽ മക്കൾ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ അവ ഇറച്ചി ചോദിക്കുമെന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ട് ദൈവം ചെയ്ത പ്രപഞ്ചത്തിലെ സൃഷ്ടിപ്പിൽ തന്നെ ലിവ്യാഥോനെ സൃഷ്ടിച്ച് കടലിലാക്കിയ ഒരു ദൈവമുണ്ടെങ്കിൽ, ലിവ്യാഥാനെ സൃഷ്ടിച്ച കടലിലാക്കിയ ഒരു ദൈവമുണ്ടെങ്കിൽ, ലിവ്യാഥാന്റെ തലയെ തകർത്താണ് കാടപ്പക്ഷിയെ ദൈവം നൽകിയതെങ്കിൽ ഇന്ന് പകൽ വിശ്വസിച്ചോ, എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. Oh, mighty name of Jesus, mighty name of Jesus. ഇന്ന് പകൽ ലിവ്യാഥാനെ തകർത്ത തലയെ തകർത്ത ചിറക് പിടിപ്പിച്ച ഇസ്രായേൽ മക്കൾക്ക് മന്ന കൊടുത്ത ദൈവമാണെങ്കിൽ, ഇസ്രായേൽ മക്കൾക്ക് കാടപ്പക്ഷി കൊടുത്ത ദൈവമാണെങ്കിൽ ഇന്ന് പകൽ ആ ദൈവം നമുക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. I know the pain of some families that got through. നിങ്ങൾ കടന്നു പോകുന്ന ചില വേദനകൾ എനിക്കറിയാം. as a pastor, അതുകൊണ്ട് പകൽ ഈ ദൂത് ദൈവം നിങ്ങൾക്ക് വേണ്ടി തന്നതാണ്. സംശയിക്കേണ്ട, കരുതുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിൻ്റെ കരുതലാണ് ഒന്നാമത്. ചെങ്കടല്ല ഒന്നാമത്. ചെങ്കലിൻ്റെ മുമ്പേ മോശയുടെ വടിയാണ് ഒന്നാമത്. യോർദാനല്ല ഒന്നാമത്. പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരാണ് ഒന്നാമത്. യോർദാനല്ല ഒന്നാമത്. ഏലിയാവിൻ്റെ പുതപ്പാണ് ഒന്നാമത്. യോർദാനല്ല ഒന്നാമത്. ഏലീശയുടെ കയ്യിലെ പുതപ്പാണ് ഒന്നാമത്. പിശാചല്ല ഒന്നാമത്. പിശാചിനെ തകർത്ത കാൽവറി ക്രൂശാണ് ഒന്നാമത്. പിശാചിന് മുമ്പ് കാൽവറി ക്രൂശ് ഒരുക്കിയ ദൈവം യോർദാൻ കടക്കുന്നതിന് മുമ്പ് അധികാരമുള്ള പുതപ്പ് ഏലിയാവിന്റെ കയ്യിൽ കൊടുത്ത ദൈവം, ആ യോർദാൻ കടക്കുന്ന മുമ്പ് ഏലീശയുടെ കൈ പുതപ്പ് കൊടുത്ത ദൈവം, ചെങ്കട കടക്കുന്നതിന് മുമ്പ് മോശ കടി വടി കൊടുത്ത ദൈവം ഇന്ന് പകൽ എന്റെ ദൈവം, നിങ്ങളുടെ ദൈവം. He is the same God in heaven. അവനാണ് സ്വർഗ്ഗസ്ഥനായ ദൈവം. ഇന്ന് പകല കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. ഇന്ന് പകൽ ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെടുന്ന ദൈവമക്കളോട് ഈ ദൂത കൈമാറുന്ന നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. കുടുംബമേ, തലമുറ യുവതി-യുവാക്കളെ, ഇന്ന് പകൽ നിങ്ങളുടെ പഠന വേളകളിൽ, നിങ്ങളുടെ കോളേജ് വിദ്യാഭ്യാസത്തിൽ, നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ, നിങ്ങളുടെ ശാരീരിക ബുദ്ധിമുട്ടുകളിൽ നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമാണ്. not the problem first, rather the solution first. അതേ പരിഹാരമാണ് ഒന്നാമതെന്ന് ഇന്ന് പകൽ വിശ്വസിച്ച ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ.